സംസ്ഥാനത്ത് എബോള സംശയം സുഡാനിൽ നിന്നെത്തിയ കോട്ടയം സ്വദേശിനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ വിദേശത്തു നിന്നെത്തിയ യുവാവിന് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. 19 പേർക്കാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വയറിളക്ക രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ സംസ്ഥാനതല ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 52-കാരിയെയാണ് എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. സംസ്ഥാനത്ത് ഇന്ന് 19 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. 9 പേർക്കാണ് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജൂൺ മാസം മാത്രം രോഗം ബാധിച്ചവരുടെ എണ്ണം 110 വർദ്ധിച്ചു. ഷിഗല്ല ഉൾപ്പെടെയുള്ള വയറിളക്ക രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ ജൂലൈ 31 വരെ സംസ്ഥാനത്ത് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലെത്തിയ തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ നിപ്പയിൽ സംസ്ഥാനത്ത് വലിയ ആശ്വാസമാണ് ഇന്ന് ഉണ്ടായത്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് നിരീക്ഷണത്തിൽ കഴിഞ്ഞ ഒരാൾ കൂടി ഇന്ന് ആശുപത്രി വിട്ടു. നിലവിൽ 3 പേർ മാത്രമാണ് നിരീക്ഷണത്തിലുള്ളത്. നിപ്പ ബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.